ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റിൻ്റെ കുറച്ച് PYQs ആണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിലും PYQസും ഡീറ്റെയിൽ ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് PYQs ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടറ്റ് 3ക്കും കേട്ടറ്റ് 4 ഹിന്ദിക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കേട്ടറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സെക്ഷൻസ് ആണ്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണിപ്പം ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതിൽ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉസ് ഫൂൽ കോ മത് തോടോ ഇസ് വാക്യമേ കോൺസ വിശേഷൺ ഹെ. അതായത് സെന്റൻസ് ഇതാണ്, ഉസ് ഫൂൽ കോ മത് തോടോ, എന്താണ് ആ പൂ പറിക്കരുത്. ഇസ് വാക്യമേ കോൺസ വിശേഷൺ ഹെ, ഇതിൽ ഏതാണ് വിശേഷൺ ശബ്ദ് എന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്, സാർവനാമിക്, സംഖ്യാവാചക്, പരിമാൺവാചക്, ഗുണവാചക്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതായിരിക്കും ആൻസർ? ഉസ് ഫൂൽ കോ മത് തോടോ. അപ്പം നമ്മൾ വിശേഷണെ കുറിച്ചൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നേരത്തെ നമ്മൾ ചെയ്തത് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശേഷണെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ സാർവനാമിക് വിശേഷണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ ഒരു സർവനാമിനെ ഒരു വിശേഷണമായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഉസ് ഫൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂ അല്ലെങ്കിൽ ആ പുഷ്പം, മത്തോടോ എന്ന് വെച്ചാൽ പറിക്കരുത്. അപ്പോൾ എന്താണ് ആ പൂ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഉസ് എന്ന് പറയുന്ന സർവനാമാണ് ഇവിടെ വിശേഷണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സാർവനാമിക് വിശേഷൻ എന്നാണ്. ഓക്കെ, സംഖ്യാവാചകം എന്ന് വെച്ചാൽ ഒരു സംഖ്യ ഒരു വിശേഷണമായിട്ട് യൂസ് ചെയ്യുന്നു. പരിമാൺവാചകം ഒരു അളവാണ്. ഗുണവാചകം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗുണം അതിൻ്റെ ഒരു വിശേഷണമായിട്ട് പറയുമ്പോൾ ഗുണവാചക വിശേഷണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സാർവനാമിക് വിശേഷണമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉഡ്തേ ചലോ കിസ് വിധാക്കി രചന ഹെ. ഉഡ്തേ ചലോ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അപ്പം ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്, രേഖാചിത്ര, സംസ്മരൺ, യാത്രാ വൃത്താന്ത്, അതുപോലെ തന്നെ ജീവനി, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പം ഇതിൽ ഏതായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത് എന്താണ്, ഒരു യാത്രാ വൃത്താന്താണ് അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് എഴുതിയത് രാമകൃഷ്ണ ബേണിപ്പൂരി എഴുതിയ ഒരു യാത്രാ വിവരണമാണ് ഉഡ്തേ ചലോ എന്ന രചന. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇസ്മേ കേശവദാസ് കി രചന കോൺസി നെഹി ഹെ. ഇതിൽ കേശവദാസിന്റെ രചന അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കവിപ്രിയ, കാദംബരി, രസിക്-പ്രിയ, രാമചന്ദ്രിക, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കവിപ്രിയ, രസിക്-പ്രിയ, രാമചന്ദ്രിക, ഇത് നമ്മൾ എന്താണ് കേശവദാസിന്റെ രചനയായിട്ട് മിക്കവാറും പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ആ 3 എന്ന് പറയുന്നത് കേശവദാസിന്റെ രചന ആയതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കാദംബരിയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. കാദംബരി എന്ന് പറയുന്ന സംസ്കൃത സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപന്യാസമാണ് കാദംബരി എന്ന് പറയുന്നത്. എഴുതിയത് ബാണഭട്ട് എന്ന് പറയുന്ന ആചാര്യയാണ്. ഓക്കെ, അപ്പോൾ ഇത് കാദംബരിയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഈ കേശവദാസിന്റെ രചനകൾ ഇതിന്റെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള രചനകളാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാദംബരി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആചാര്യ രാമചന്ദ്ര ശുക്ലയ്ക്ക് അനുസാർ സ്വച്ഛന്ദതാവാദ് കാ കവി ഇൻമേ കോൻ ഹെ. രാമചന്ദ്ര ശുക്ല പറയുന്ന അനുസരിച്ച് സ്വച്ഛന്ദതാവാദിലെ കവി എന്ന് പറയുന്നത് ഇതിൽ ആരാണ്? പ്രേംഖൻ, മൈഥിലി ശരൺ ഗുപ്ത്, അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദ്, ശ്രീധർ പാഠക്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ശ്രീധർ പാഠകാണ്. 4ാമത്തേതാണ് റൈറ്റ് ആൻസർ. കാരണം ഹഡിബോലിയിലെ സ്വച്ഛന്ദതാവാദി കവി എന്നാണ് ശ്രീധർ പാഠക് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രകൃതി സൗന്ദര്യം, അതുപോലെ തന്നെ നവീൻ കൽപ്പനായ പുതിയ ചിന്താഗതികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം 4ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ശ്രീധർ പാഠകാണ്. ഓക്കെ, അടുത്തതാണ് ഹൃദയ്ക്ക് മുക്താവസ്ഥാക്കോ രസദശ കിസ്നെ കാ. 4 ഓപ്ഷൻസ് ഉണ്ട്, ആചാര്യ രാമചന്ദ്ര ശുക്ല, ഡോക്ടർ നഹേന്ദ്ര, ആചാര്യ പ്രസാദ് ദ്വിവേദി, ആചാര്യ വിശ്വനാഥ്. ഓക്കെ, അവിടെ ദ്വിവേദിയുടെ അവിടെ ഒരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദ്വിവേദി എന്നാണ്, ആചാര്യ വിശ്വനാഥ്. അപ്പം 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ റൈറ്റ് ആയിട്ട് വരുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. അദ്ദേഹത്തിൻ്റെ കവിത ക്യാ ഹെ എന്ന് പറയുന്ന ഒരു നിബന്ധം ഉണ്ട്. അതിനകത്താണ് ഹൃദയ്ക്ക് മുക്താവസ്ഥാക്കോ രസദശ എന്ന് പറയുന്നത്. കവിത ക്യാ ഹെ എന്ന് പറയുന്ന ഒരു നിബന്ധമാണ്, അതിലാണ് ഈ ഒരു ഡയലോഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ്.
ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ എന്താണ് വിശേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഒന്നാമത്തെ. ഇനി അടുത്താണ് ഉടുത്തേച്ചലോ. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതുകൊണ്ട് ആ ഒരു രചനയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കണം. ഓക്കെ, അടുത്തതാണ് കേശവദാസിൻ്റെ രചനകളെക്കുറിച്ച് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ കാദംബരി, അതും നോക്കാനുള്ളതാണ്, ഒരു ഉപന്യാസമാണ്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അടുത്തതാണ് ശ്രീധർ പാഠകിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം. ഇനി അടുത്തതാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല. അപ്പോൾ അദ്ദേഹത്തിന് ജനറൽ ആയിട്ടുള്ള കുറേ കോഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഇതുപോലെ PYQസിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻ. അപ്പം കേട്ടതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.